ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്വീറ്റ് സ്ട്രോൾസ്. ഈ വീഡിയോ ആക്ച്വലി ഈദ് ഹോളിഡേസിന്റെ ടൈമിലാണ് എടുത്തത്. ഇപ്പോഴാണൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് സാധിച്ചത്. സോ ടുഡേ ഐ എം ഗോണ ഷെയർ വൺ ഓഫ് മൈ ഫേവറേറ്റ് എക്സ്പീരിയൻസ് അറ്റ് ഗ്ലോബൽ വില്ലേജ് വിസിറ്റ്. So if you are new here, don't forget to subscribe my channel. Honestly പറയട്ടെ, ഗ്ലോബൽ വില്ലേജ് is one of my all-time favorite spot in Dubai. The colors, the fun activities, the different cultures, the food variety, എല്ലാം കൊണ്ട് every time I go there, it's like ഒരു മിനി വേൾഡ് ടൂർ പോലെയാണ്. ഇതുപോലൊരു ഫൺ പ്ലേസ് ഹോളിഡേയ്സിൽ പോകാൻ ഇത്തിരി പ്ലാനിങ് വേണമല്ലേ. ഈ വട്ടം സ്പെഷ്യൽ ആയിരുന്നു. ഞങ്ങളുടെ ബ്രദറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ തന്നെയാണ് ഈ ഒരു വിസിറ്റിന് പ്ലാൻ ഇട്ടത്. അവൻ 2018 ലാസ്റ്റ് വിസിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വട്ടം പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് റഷ്യൻ പെവലിയനിലോട്ടായിരുന്നു. അവിടെ കയറി പ്രത്യേകിച്ചാണെങ്കിൽ ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തില്ല. ചുമ്മാ ഷോപ്സൊക്കെ കണ്ട് അങ്ങനെ നടന്നു. അതിനുശേഷം അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് സൈഡിലോട്ട് ഇറങ്ങി. പിന്നെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഫ്ലാറ്റ് ബർഗറിൻ്റെ. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പം തന്നെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, എസ്പെഷ്യലി അവിടുത്തെ ട്രഫിൾ ഫ്ലാറ്റ് ബർഗർ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ഫ്ലാറ്റ് ബർഗറാണല്ലോ ഓർഡർ ചെയ്തു. Every time we visit Global Village, there are some must-do things we never skip. അതെന്തൊക്കെയാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതായത് ഓരോ പെവലിയനിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് കാണുക, പിന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ പോയി കാണുക, പിന്നെ ഓഫ് കോഴ്സ് ഡിഫറെൻറ്റ് കൺട്രീസിലെ ഫുഡ് വെറൈറ്റീസ് ട്രൈ ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഒരു ഫുൾ എക്സ്പീരിയൻസ് ആണല്ലോ, ഫുൾ ഓൺ എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വില്ലേജ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്താനുള്ള റീസണും അത് തന്നെയാണ്. അവിടുത്തെ കളേഴ്സ്, സൗണ്ട്സ്, എനർജി, ഫുഡ് എല്ലാം ഒരു പ്ലേസിൽ തന്നെ ഫുൾ പാക്ഡ് ആയിട്ടുള്ളൊരു ഫൺ കിട്ടുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങളുടെ ബർഗറാണല്ലോ ചേട്ടൻ ഉണ്ടാക്കി തന്നു. ആൻഡ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. റീസെൻ്റ്ലി ട്രൈ ചെയ്തിട്ടുള്ള ബർഗേഴ്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു. ഹൈലി റെക്കമെൻഡഡ് വൺ ആണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സ്ട്രെയിറ്റ് പോയത് സൗത്ത് കൊറിയൻ പവലിയനിലോട്ടായിരുന്നു. ഈ ഒരു പവലിയനിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു ക്യൂട്ട് ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോപ്സൊക്കെ കണ്ട് നടന്നു. കൊറിയൻ ആക്സസറീസ്, സ്കിൻ കെയർ ഐറ്റംസ്, സ്നാക്സ്. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ പർച്ചേസ് ചെയ്തില്ല, എല്ലാം ഇങ്ങനെ കണ്ട് നടന്നു. പിന്നെ പ്രത്യേകിച്ചാണല്ലോ ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒന്നും തന്നെ നടക്കുന്നില്ലായിരുന്നു. സീസൺ കഴിയുന്നതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു പരിപാടികളും ഒന്നും ഇല്ലാന്ന്. നോർമലി ഈ ഒരു പാത്വേ കൂടെ ഒക്കെ നടക്കുമ്പോൾ മൊത്തത്തിൽ ഫുള്ളി ക്രൗഡഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇതിപ്പോൾ സീസൺ കഴിയുന്നതുകൊണ്ട് ആൾക്കാരും തീരെ കുറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചുമ്മാ നടന്ന് ഷോപ്സൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസും എടുത്ത് അങ്ങനെ നടന്നു. ഈ വട്ടത്തെ ഗ്ലോബൽ വില്ലേജ് വിസിറ്റിലെ മെയിൻ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിസയുടെ പിറകെയുള്ള ഓട്ടമായിരുന്നു. അവൾ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അവിടെ ബലൂൺസ് സെല് ചെയ്യാൻ വരുന്ന ചേട്ടന്മാരുടെ പിറകെ ഓടുന്നു, ടോയ്സ് വിൽക്കാൻ വരുന്ന ചേട്ടന്മാരുടെ പിറകെ ഓടുന്നു, ഗെയിംസ് നടക്കുന്നിടത്തോട്ട് ഓടുന്നു. എല്ലാം കണ്ട് അങ്ങനെ കൊതിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്നിട്ട് പിന്നെ ഗെയിംസ് നടക്കുന്നിടത്ത് പോയി ഗെയിംസ് ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ചപ്പം കുറച്ച് സമയം അവിടെ നിന്നത്തേക്കും അവൾ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അങ്ങനെ ഞങ്ങളുടെ പിറകെയുള്ള ഓട്ടമായിരുന്നു മൊത്തത്തിൽ. യൂഷ്വലി ഗ്ലോബൽ വില്ലേജിൽ വരുമ്പോൾ ഒരു ഫുൾ ഓൺ വൈബ്രൻറ്റ് ഫീലാണ് ഉണ്ടാകുന്നത്. ഓരോ പവലിയനിലും നിന്ന് മ്യൂസിക്, കൾച്ചറൽ പെർഫോമൻസ്, പിന്നെ ബിസി ഫെസ്റ്റീവ് വൈബ്, സ്റ്റേജ് ഷോസ് കാണാനായിട്ട് ക്രൗഡ് കുറേ കാണും. ഫുഡ് സ്ട്രീറ്റ്സ് ഫുള്ളി ബിസി, ഡിഫറെൻറ്റ് സ്മെൽസ്, ടേസ്റ്റ്, എവറിത്തിങ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു രസം. ആൾക്കാരുടെ എനർജി, കിഡ്സിൻ്റെ സന്തോഷം, ലൈറ്റ്സ്, കളേഴ്സ്, മ്യൂസിക്, ഇതൊക്കെ കണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ഈ വട്ടം ഗ്ലോബൽ വില്ലേജിൽ എത്തുമ്പോൾ ഒരു കാം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സീസൺ കഴിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ വളരെ കുറവായിരുന്നു. സ്റ്റേജ് ഷോസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ യൂഷ്വലായിട്ടുള്ള ക്രൗഡ് ഇല്ല, ലൈവ്ലിനെസ് ഇല്ലായിരുന്നു. നോർമലി ഉണ്ടാകുന്ന ആ ഒരു എനർജി, ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ശരിക്കും മിസ്സായിട്ട് തോന്നിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്ലോബൽ വില്ലേജിലാണല്ല, കല്യാണം കഴിഞ്ഞിട്ടാണ് UAE വരുന്നത്. UAE വന്നതിന് ശേഷമായിട്ട് ഒരു 7-8 വട്ടമെങ്കിലും മാക്സിമം ഞാനാണല്ലോ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, എത്ര വട്ടം വന്നാലും എനിക്കിവിടെ മടുക്കാറില്ല. കാരണം എൻ്റെ മെയിൻ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഹണ്ടിങ് തന്നെയാണ്. ഫുഡ് ഹണ്ടിങ്ങും പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസും പിന്നെ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ കാണുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്.
നിങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാ സീസണിലും ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യുന്നവരാണോ? വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടിവിറ്റി എന്താണ്? ഫുഡ് ഹണ്ടിങ് ആണോ അതോ ഈ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ കാണുന്നതാണോ? എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇടാൻ പോകുന്ന വിഷ്വൽസ് ആണെങ്കിൽ ഈ സീസണിൽ തന്നെ ഞങ്ങൾ ലാസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസ് ആണ്. If you're wearing, there's nothing beneath it. Forgive me for staring, forgive me for breathing. We might not know why, we might not know how, but baby tonight, we're beautiful now. We're beautiful now. We're beautiful now. We might not know why, we might not know how, but baby tonight, we're beautiful now. സോ ഇങ്ങനെയാണ് ഈ വട്ടത്തെ ഗ്ലോബൽ വില്ലേജ് ജേർണി അവസാനിച്ചത്. സീസണിന്റെ ലാസ്റ്റ് ഡേയ്സ് ആയതുകൊണ്ടാവാം ഷോസും പ്രോഗ്രാംസ് ഒക്കെ കുറവായിരുന്നു. പക്ഷേ ഇതുപോലെ ഒരു റിലാക്സ്ഡ് കാം വിസിറ്റും ഞങ്ങൾ എൻജോയ് ചെയ്തു. എലീസയുടെ ഫുൾ എനർജി മോഡ്, റഷ്യൻ പവലിയനിൽ ട്രെൻഡിങ് ബർഗർ, സൗത്ത് കൊറിയ സ്റ്റോൾസ്, ഒരു ചെറിയ നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായി. ഗ്ലോബൽ വില്ലേജ് എന്നത് ഒരു സ്പോട്ട് മാത്രമല്ല, ഇറ്റ്സ് എ ഫുൾ എക്സ്പീരിയൻസ്. മെമ്മറീസ്, കൾച്ചേഴ്സ്, ഫ്ലേവേഴ്സ്, കളേഴ്സ് ആൻഡ് എവറി വിസിറ്റ് ഇസ് യൂണിക്. ദിസ് ടൈം ഒരു കാം ആയിരുന്നു. നെക്സ്റ്റ് ടൈം മേ ബി ഫുൾ ഓൺ പാർട്ടി മോഡ് ആയിരിക്കട്ടെ. ഈ സീസണിന്റെ വൈൻഡപ്പ് പ്രോഗ്രാംസിൽ ടൈലർ സ്വിഫ്റ്റ് വരുന്നുണ്ടെന്ന് കേട്ടു, വേറെ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ നിങ്ങൾ പോകാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അതിൻ്റെ ഡേറ്റ്സ് ഒക്കെ നോക്കിയിട്ട് പോവുക. സോ നെക്സ്റ്റ് സീസൺ ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ വൈബ്സ്, ന്യൂ ആക്ടിവിറ്റീസ് ആൻഡ് ഓഫ് കോഴ്സ് മോർ സ്വീറ്റ് സ്റ്റോൾസ്. So thank you so much for watching till the end. If you are new here, don't forget to subscribe to Sweet Stall. So like, share and stay tuned for more exciting vlogs. Tata from Global Village.